തീർന്നില്ല. പിന്നെയും മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, ഏതൊരുവനാണോ പെരുന്നാൾ ദിവസം ആ ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടി ആ കിടത്തുന്ന സന്ദർഭമുണ്ടല്ലോ, കിടത്തുമ്പോ ഏഴാകാശ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിനക്ക് വേണ്ടി പാപപൊറുക്കലിനെ തേടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം. തീർന്നില്ല. പിന്നെയും അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, ഏതൊരുവനാണോ ബലിമൃഗത്തെ അറുക്കുന്നത് ആ അറുക്കുന്ന സന്ദർഭത്തില് ഈ ഭൂമിയിലേക്ക് തെറിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അല്ലാഹു 10 മലക്കുകളെ പടയ്ക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. എന്നാൽ ആ 10 മലക്കുകളെ പടയ്ക്കുമ്പോൾ ആ 10 മലക്കുകളുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടിയുണ്ടല്ലോ ആ ബലിയറുത്ത അയാളുടെ പാപപൊറുക്കലിന് വേണ്ടി അല്ലാഹുവിനോട് തേടുമെന്ന്. ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു നീ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പാപപൊറുക്കൽ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമ്പോ തീർന്നില്ല. പിന്നെയും അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഏതൊരുവനാണോ ബലിയറുക്കുകയും അതിന്റെ ദാനമുണ്ടല്ലോ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്താൽ മഹാനായ ഇസ്മായിൽ നബിയുടെ പാരമ്പര്യത്തിലുള്ള അടിമകളെ മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാ. ഇത്രമാത്രം സൗഭാഗ്യമാണ്, ഭാഗ്യമാണ്, ഇത്രമാത്രം പ്രതിഫലമാണ് അള്ളാഹു അവന് നാളെ ആഖിറത്തിൽ നൽകുന്നത്. എങ്ങനെ? നീ ഇന്നൊക്കെ അറുക്കുന്നതിന് വേണ്ടി ആ ഒരു മൃഗത്തെ ഭൂമിയിൽ വെക്കുകയും അവിടെയുള്ള ഏഴാകാശ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിനക്ക് വേണ്ടി പൊറുക്കലിനെ അള്ളാഹുവിനോട് തേടുകയും അതുപോലെ തന്നെ നീ എന്താണ് ആ മൃഗത്തെ അറുക്കുമ്പോൾ ആ തെറിക്കുന്ന ഓരോ തുള്ളികളുണ്ടല്ലോ ആ തുള്ളികൾക്കനുസരിച്ച് കൊണ്ട് അള്ളാഹു ഈ ഭൂലോകത്തേക്ക് 10 മലക്കുകളെ അള്ളാഹു പടയ്ക്കുകയാണ്. ആ 10 മലക്കുകളും ഈ ഉളുഹിയ അറുക്കുന്ന ആൾക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെയും പാപപൊറുക്കലിന് തേടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. അത് കഴിഞ്ഞ് പറയുകയാ, എന്താ പ്രിയപ്പെട്ടവരെ, അതായത് ആ ബലിദാനമുണ്ടല്ലോ, ആ ബലികർമ്മം നടത്തി അതിൻ്റെ മാംസം മറ്റുള്ളവർക്ക് നീ വിതരണം ചെയ്യുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലുള്ള അടിമകളെ മോചിപ്പിച്ചതിൻ്റെ ഒരു പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് ഇതൊരു സുന്നത്തായ കർമ്മമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇത് വളരെ ശക്തിവത്തായ സുന്നത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, മില്ലത്താണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നന്മയായ കാര്യങ്ങളിൽ നമ്മൾ മത്സരിച്ച് നാളെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, നന്മയായ കാര്യങ്ങളിൽ മത്സരിക്കുന്നവൻ നന്മയായ കാര്യങ്ങളിൽ മത്സരിക്കട്ടെ. അങ്ങനെ മത്സരിച്ച് അവസാനത്തെ ട്രോഫിയായ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തേനുകളും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ ആ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജരിതരായ അള്ളാഹുവിന്റെ അടിമകളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.